പലവിധ നിന്ദകളും അപവാദങ്ങളും പ്രശ്നങ്ങളും നിമിത്തം തളർന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ എത്തപ്പെടാറുണ്ട്. ചില സമയങ്ങളിൽ സാത്താൻ വിവിധങ്ങളാകുന്ന പരിശോധനകളും പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിൽ എത്തിച്ചിട്ട് നമ്മെ ലക്ഷ്യത്തിലെത്താതെ വണ്ണം നമ്മെ അധൈര്യപ്പെടുത്തി കളയാറുണ്ട്. എന്നാൽ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം, മകനെ ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. അതെ, പാപങ്ങൾ മോചിപ്പാൻ കഴിവുള്ള ഒരു സർവശക്തനാകുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. അതെ, ഈ പശ്ചാത്തലത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു തളർവാദ രോഗിയെ നോക്കിക്കൊണ്ട് യേശു പറയുകയാണ്, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. അതെ, പാപസംബന്ധമായി താൻ വളരെ ക്ഷീണിതനും ബലഹീനനും പാപങ്ങൾ നിമിത്തം രോഗത്തിൻ്റെ ആധിപത്യങ്ങളാൽ ബാധിക്കപ്പെട്ടവനും ആയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. പലരും അവനെ അപവാദം നിമിത്തം അവനെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. ഇവൻ ചെയ്ത പാപം നിമിത്തമാണ്, അല്ലെങ്കിൽ ഇവൻ്റെ കുടുംബക്കാർ ചെയ്ത പാപങ്ങൾ നിമിത്തമാണ്, ഇവൻ ജീവകാലം മുഴുവൻ ഇത് അനുഭവിച്ചേ പറ്റൂ, ഇവനെ ആരും സഹായിപ്പാനില്ല, ഇവന് വേണ്ടി കരുതുവാൻ ആരുമില്ല എന്നൊക്കെ പല നിലകളിൽ ആൾക്കാരുടെ വാക്കുകൾ കേട്ട് നിരാശനായിരിക്കുന്ന ഒരു വ്യക്തിത്വത്തെ യേശു നോക്കിയിട്ട് പറയുകയാണ്, നീ ധൈര്യമായിരിക്കുക. അതെ, പലപ്പോഴും ധൈര്യം ചോർന്നു പോകുമ്പോൾ നാം ക്ഷീണിതരായി തീരാറുണ്ട്. പലപ്പോഴും ധൈര്യം ചോർന്നു പോകുമ്പോൾ നാം ഒന്നുമില്ലാത്തവരായി തീരാറുണ്ട്. അതുപോലെ ദൈവിക ബലവും ശക്തിയും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകാറുണ്ട്. എന്നാൽ യേശു പറയുകയാണ്, നിൻ്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. അതെ, പാപങ്ങൾ മോചിപ്പാൻ കഴിവുള്ള ഒരു മനുഷ്യൻ നമ്മോട് കൂടെയുണ്ട്. താൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നാം ഒരു കാര്യം മനസ്സിലാക്കുക, എത്ര ബലഹീനമാകുന്ന അവസ്ഥയിലാണെങ്കിലും നമുക്ക് എഴുന്നേറ്റ് പ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ശക്തീകരിക്കും. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. അതെ, ബലഹീനനായിരുന്ന വ്യക്തിയുടെ പാപം മോചിച്ചു. 1. 2, അവന് ധൈര്യം ലഭ്യമാകുവാൻ കാരണമായി തീർന്നു. 3, ധൈര്യത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നിൻ്റെ വീട്ടിലേക്ക് പോക എന്ന് അവനോട് യേശു കൽപ്പിച്ചു. അതെ, അത് പറഞ്ഞപ്പോൾ തന്നെ അവന് ബലവും ശക്തിയും പ്രാപിച്ച് ധൈര്യത്തോടെ എഴുന്നേൽപ്പാനുള്ള ബലം വീണ്ടെടുക്കുവാൻ കഴിഞ്ഞു. പലപ്പോഴും ജീവിതത്തിൻ്റെ നിർണായകമാകുന്ന ഘട്ടങ്ങളിൽ ഒറ്റപ്പെട്ടവരെ പോലെ, ക്ഷീണിതരെ പോലെ, തളർന്നവരെ പോലെ, ആരും സഹായിക്കാനില്ലാത്ത സാഹചര്യങ്ങളും പ്രതികൂലം നിറഞ്ഞ മണിക്കൂറുകളിലൂടെയും ഞാനും നിങ്ങളും നടന്നു പോകുമ്പോൾ യേശുവിൻ്റെ ഒരു വാക്ക് നമ്മെ ശക്തീകരിക്കുവാൻ കാരണമായി തീരുമെന്നുള്ള ബലത്തോടുകൂടി ഈ ദിവസങ്ങളിൽ ധൈര്യമേറ്റെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം നാം തയ്യാറാകുകയും ദൈവിക ബലവും ധൈര്യവും ആത്മാവിൻ്റെ ശക്തിയും പ്രാപിക്കുകയും ചെയ്യുവാൻ സർവശക്തനാകുന്ന ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.